അടിച്ചാ അടിച്ചാ പോഞ്ഞാ ഞാൻ മേളിലോ ആയിക്കോ അടുത്ത് വരാൻ പറ്റുന്നില്ല. കാട്ടിനകത്ത് കൂടെ നല്ല ഒന്നാം തരം പാമ്പ് കാണുമല്ലേ, അടിപൊളി സാധനങ്ങൾ കാണും. പാമ്പെന്ന് പറഞ്ഞാൽ ഓടി തള്ളിക്കണം, ഏത് വഴിയോ അതുവഴി ഓടിക്കണം, എനിക്ക് വഴി വെട്ടിയെങ്കിലും ഓടി തള്ളിക്കണം. വാന നിരീക്ഷണം വാ പോ, നീ കാട്ടിൻ്റെ അകത്തോട്ട് തന്നെ പരിപാടി. ഇതെല്ലാം എടുത്ത് ഞാൻ എടുത്ത് മൊബൈൽ നോക്കി 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 എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓട്ടം ഓടും. വഴി വെട്ടിക്കോ. വെയിൽ എന്തോന്നറിയ പാതാണോ ഇതെല്ലാം എന്റെ ദൈവമേ. പാമ്പേ ആളത്തെ കയറിക്കോ, കാലനക്കം ചിലങ്കയില്ല, ഇഷ്ടം പോലെ ഫോൺ കിടക്കണം കേട്ടോ. പാമ്പിക്കാണോ അണല് വെട്ടി കിടക്കണമെന്ന് എൻ്റെ അമ്മേ. മുള്ളും അന്നപ്പം ഇത്ര കഷ്ടപ്പാടില്ല. നല്ല സ്ഥലങ്ങൾ കേട്ടോ കയറി ഇരിക്കാൻ വേണ്ടി. ഇതാ കിടപ്പുണ്ട് വെള്ളം. ഉണ്ടോ മിസ്സായ കയറിയ എന്താ ദൂരയിലൊരു കറക്റ്റായിട്ടോ ദൂരയില് കരിമീൻ. വീട്ടിൽ നിന്ന് രാവിലെ 11 മണിക്ക് ഇറങ്ങിയാണ്. തേങ്ങാപ്പട്ടണം ഹാർബറിൽ പോയി രണ്ട് കാര, ഒരെണ്ണത്തിന് ഇതടക്കണം, ഒരെണ്ണം ചൂണ്ടയ്ക്ക് ഇരയായിട്ടിരിക്കണം മീനടിക്കാൻ വേണ്ടി. അങ്ങനെ ബിബിനെ വിളിച്ച് ബിബിൻ വന്നു. 1 മണിക്കൂർ കൊണ്ട് അടിച്ചിട്ട് തന്ന മീനായത്. ഇത് കണ്ടോ, ഒരു ഹെവി സാധനം. അടിച്ചു തന്നിട്ട് അവൻ്റെ പാടം നോക്കി അങ്ങ് പോയി.
വീട്ടിൽ കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ആയി, ഇനി പുറപ്പെടുകയാണ്. ഇപ്പം മുളകെല്ലാം പുരട്ടി പകുതി പൊരിച്ചിട്ടുണ്ട്. രണ്ട് വില്ലന്മാർ വീട്ടിൽ വേണ്ട, വേറെ ഒന്നും കറിയൊന്നും വേണ്ട, പൊരിച്ച മീൻ. ഇന്ന് എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, 11ാം വയസ്സ്. അതിൻ്റെ ഗിഫ്റ്റ് അച്ഛന്. ഇതാണ് എൻ്റെ കൊട്ടാരം. ഇവിടെ തന്നെ 12 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. മക്കൾ കഴിച്ചു? വേറെ കറിയൊന്നും വേണോ? മുട്ടത്തോരയുണ്ട്, സാമ്പാറുണ്ട്. വേണ്ട, പൊരിച്ച മീൻ മാത്രം. ഓക്കെ. കൊള്ളാമാ?